താങ്ക് യു. അപ്പൊ ഇതാ നമ്മുടെ അനുവേട്ട തന്ന സംഭവം എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പൊട്ടിക്കാൻ പോവാണ്. ഇതിപ്പം ചുമ്മാ ഒരാൾ വരുന്നു ഗിഫ്റ്റ് തരുന്നു അനുവേട്ടനാന്ന് പറയുന്നു. ഇത് എന്നാണെന്നൊന്നും പറയുന്നില്ല. ഞെട്ടണ്ട, കാര്യം പറയാം. എനിക്ക് പിന്നെ ന്യൂ ഇയർ നമ്മുടെ മറ്റേ വണ്ടറടിച്ച് നിൽക്കുക ഞാൻ, അതുകൊണ്ടാണ്. യു പിയിൽ ഏറ്റവും വലിയ ക്ലാസ്സിലുള്ള 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിൽ എഴുതുന്ന ഒരു പരീക്ഷയാണ് USS സ്കോളർഷിപ്പ്. ആ സ്കോളർഷിപ്പ് എഴുതി ഞാൻ വിജയിയായ എൻ്റെ സന്തോഷത്തിന് എനിക്ക് കൊണ്ടുവന്നതാണ്. എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ട് ഓരോരുത്തർ ഗിഫ്റ്റ് കൊണ്ടുവരുവാണ്. നമ്മൾ സന്തോഷം നമ്മൾ നമുക്ക് അറിയാവുന്നവരെയൊക്കെ നമ്മൾ പറഞ്ഞറിയിക്കട്ടെ, വേണ്ടേ? പിന്നെ നമ്മൾ അങ്ങനെ ശരിയല്ല, നമ്മൾ മാത്രം എല്ലാവരും അറിയിക്കും. ഗിഫ്റ്റ് കിട്ടാനും കൂടെയാണ് അത് നമുക്ക് തരുന്നവരുടെ മനസ്സിലുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ടൈലിൻ്റെ പരിപാടിയൊക്കെ ചെയ്ത ചേട്ടനാണ്, നല്ല ചേട്ടനാണ്, എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ആൾ തന്നെ ഗിഫ്റ്റാണ്. നമ്മളിത് പൊട്ടിക്കാൻ പോവാണ് അല്ലേ? അപ്പോൾ അച്ഛ വരാൻ വേണ്ടി ഞാൻ കുറേ നേരം കാത്തിരുന്നു. അച്ഛ വന്നു. പൊട്ടിക്കാൻ പോവാണ്. ഞാൻ വിളിച്ചാൽ പറ്റും. ഞാൻ പതുക്കെ പൊട്ടിക്കുള്ളേ, ഭംഗിയായിട്ട് പൊട്ടിക്കുള്ളേ. ഇത് വരുന്നില്ലല്ലോ. എന്തായിരിക്കും കണ്ടറിയാം. കാണാൻ വരുന്നതും പറഞ്ഞറിയിക്കണം. ആഹാ, കുറേ ഉണ്ടല്ലോ. എന്താന്ന്? ഒരു പെൺകുട്ടിക്ക് ആവശ്യമായ സൺ മിറാക്കിൾ സൺസ്ക്രീൻ പോൺസിന്റെ കണ്ണിന്റെ ആയിരിക്കും, കൺമഷി പൗഡർ, സ്പ്രേയാ അല്ലേ? ഒരു വിദ്യാർത്ഥിനിക്കും എന്തൊക്കെയോ ഒരു സാധനം ഇതാ വായിച്ചെടുത്തോ. ക്വാഡ്രയോ അങ്ങനെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ തന്നെ വായിച്ചെടുത്തോളൂ. സിമ്പിൾ ഒരു ഡയലോഗ് പറയാൻ നോക്കുമ്പോഴത്തേന് ചേർത്തി ഇറങ്ങി തന്നു. ഒരു വിദ്യാർത്ഥിനിക്കും ഒരുങ്ങുന്ന നല്ലൊരു പെൺകുട്ടിക്കും ആവശ്യമായ സകല സാധനങ്ങളുണ്ട്. താങ്ക് യു ഫോർ അനുവേട്ടൻ. ഇനിയുള്ള വിജയം ഇതുപോലെ തന്നെ 1ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഞാൻ ടോപ്പാകട്ടെ, മുമ്പോട്ട് പോട്ടെ, അതുപോലെ തന്നെ മുമ്പോട്ട് പോട്ടെ. അങ്ങനെ കുറേ ഗിഫ്റ്റുകൾ, നല്ല ഗിഫ്റ്റുകൾ. കൺഗ്രാജുലേഷൻസ്. നേരിട്ട് അച്ഛൻ പറഞ്ഞു, അതുപോലെ അച്ഛൻ്റെ കൂട്ടുകാർ പറഞ്ഞു. നിങ്ങൾ ഇനി കമൻറ്റ് വഴി കൺഗ്രാജുലേഷൻസ് തന്നെ. ബൈ.